നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തനിക്കൊരു തന്തേയുള്ളൂ, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പറഞ്ഞിരിക്കുന്നത് BJP നേതാവ് PC ജോർജ്. ഒരു കാരണവശാലും താൻ BJP വിട്ടു പോകില്ല എന്നും മുസ്ലിം തീവ്രവാദികൾ 2 പ്രാവശ്യം തന്നെ കൊല്ലാൻ വന്നപ്പോൾ രക്ഷിച്ചത് BJP RSS പ്രവർത്തകരാണെന്നും PC ജോർജ് പറഞ്ഞു. തന്റെ പിതാവിന്റെ സ്ഥാനത്താണ് താൻ മോദിയെ കാണുന്നതെന്നും PC ജോർജിന്റെ വാക്ക്. എന്തായാലും പാർട്ടി മാറുന്ന പ്രശ്നമില്ലെന്നും തീവ്രവാദികൾ എല്ലാ മതത്തിലുമുണ്ട്, പക്ഷേ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദികൾ കൂടുതലാണെന്ന വർഗീയ പരാമർശം കൂടി PC ജോർജ് നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ BJP 4.5 കോടി രൂപ വീതം ചെലവഴിച്ചെന്ന് PC ജോർജ് വെളിപ്പെടുത്തിയിരുന്നു. പൂഞ്ഞാർ മണ്ഡലത്തിനായി കിട്ടിയ 4.5 കോടിയിൽ തട്ടിപ്പ് നടന്നുവെന്നും BJP മധ്യമേഖലാ ജനറൽ സെക്രട്ടറി സജി കുരിക്കാട് പണം മുക്കിയെന്നുമായിരുന്നു PC ജോർജിന്റെ ആരോപണം. ഈ പരാമർശം വലിയ വിവാദമായി. ഇതോടെ PC ജോർജ് ആ ഒരു നിലപാടിൽ നിന്നും മലക്കമറിയുന്ന സാഹചര്യമുണ്ടായി. എരുമേലിയിൽ താൻ പറഞ്ഞതെല്ലാം തെറ്റിദ്ധാരണ മൂലമാണ് എന്നായിരുന്നു അദ്ദേഹം പിന്നീട് നൽകിയ വിശദീകരണം. സജി കുരിക്കാട് സത്യസന്ധനായ വ്യക്തിയാണ്, ആരും 1 രൂപ പോലും മോഷ്ടിച്ചിട്ടില്ല എന്നും പിന്നീട് ഈ പറഞ്ഞ വിവാദങ്ങളിൽ നിന്നും മലക്കം മറിഞ്ഞ് മറ്റൊരു വിശദീകരണം PC ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ചിലർ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു, തിരഞ്ഞെടുപ്പ് ഫണ്ട് കൃത്യമായി തന്നെ വിനിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരും 1 പൈസ പോലും തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ടില്ല. നേരത്തെ പൂഞ്ഞാറിലെ തിരഞ്ഞെടുപ്പ് ഫണ്ട് അടിച്ചു മാറ്റിയെന്ന് അദ്ദേഹം BJP വേദിയിൽ തന്നെ ആരോപിച്ചിരുന്നു. എരുമേലിയിൽ നടന്ന BJP യോഗത്തിലാണ് PC ജോർജ് ആരോപണം ഉയർത്തിയത്. 4 കോടി രൂപ പൂഞ്ഞാറിൽ പാർട്ടി ചെലവാക്കിയെന്നും അതിന്റെ കണക്ക് കാണിച്ചാൽ പാർട്ടി പ്രവർത്തകർക്ക് നാണക്കേടാകുമെന്നും PC ജോർജ്. ഓരോ ബൂത്തിലും 31,000 രൂപ നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും പലർക്കും പണം കിട്ടിയിരുന്നില്ല. സജി കുരിക്കാടിനെയാണ് ഫണ്ടിന്റെ ചുമതല ഏൽപ്പിച്ചിരുന്നതെന്നും ജോർജ് പറഞ്ഞു. ഇത് വാർത്തയായതോടെയാണ് PC ജോർജ് മലക്കം മറിഞ്ഞ് മറ്റൊരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സജി കുരിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകനാണ്. 5 പൈസ പോലും മോഷ്ടിക്കുന്ന ആളല്ല, ഇതാണ് സത്യം. എരുമേലിയിൽ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ക്ഷമ ചോദിക്കുന്നുവെന്നും PC ജോർജ് നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് BJP വിടുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല, തനിക്ക് ഒറ്റ തന്തയുള്ളൂ, അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി തന്നെയാണ്, മാറുന്ന പ്രശ്നമില്ല എന്ന് PC ജോർജ് പറഞ്ഞത്. ക്രിസ്ത്യൻ സമുദായം ഒറ്റക്കെട്ട UDFന് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതാണ് തന്റെ തോൽവിക്ക് കാരണമായതെന്നും PC ജോർജ് വ്യക്തമാക്കി. ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി ഒരു കാര്യം പറയുകയാണ്, ഇലക്ഷൻ ഫണ്ട് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ തിരഞ്ഞെടുപ്പിന് നിൽക്കില്ല എന്ന് ശപഥം ചെയ്തു പറഞ്ഞ ആളാണ്. എന്നാൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും വളരെ നിർബന്ധിച്ചു. BJPയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും പൂഞ്ഞാറ്റിൽ വേറെ ആളില്ല, നിൽക്കണമെന്നും പറഞ്ഞതുകൊണ്ടാണ് നിന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക് പൂഞ്ഞാറ്റിൽ കിട്ടിയത് 2,900 വോട്ട് മാത്രമാണ്. ഇത്തവണ അത് 36,112 വോട്ടാക്കി ഉയർത്തി. സ്വാഭാവികമായിട്ട് പലർക്കും അതിന് തന്നോട് ഇച്ചിരി മനപ്രയാസവും വേദനയും ഒക്കെ ഉണ്ടാകാം. ആ വേദനയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? ദൈവം എനിക്ക് അനുകൂലമായി, ജനം അനുകൂലമായി വോട്ട് ചെയ്തു, അതിന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇലക്ഷന് തോറ്റു, സ്വാഭാവികമായും തോൽവി ഒരു ആഘാതമാണ്. തോറ്റു കഴിഞ്ഞ് എരുമേലിയിൽ ഒരു കമ്മിറ്റി ചേർന്നു. 4.5 കോടി രൂപ വീതം കിട്ടിയതാ, ഇതെല്ലാം എവിടെ പോയി, എന്ത് ചെയ്തു എന്ന് അവിടെ വെച്ച് BJPയുടെ 2 സ്ട്രോങ് ആളുകൾ തന്നോട് പറഞ്ഞു, തന്നെ ചൂടാക്കി. ഇത്രയും രൂപ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. 4 കോടി രൂപ കിട്ടിയിട്ട് ഇത് ആരൊക്കെ കട്ടു, ഏവനൊക്കെ തിന്നു എന്ന് അറിയണമെന്ന് അപ്പോൾ ഞാൻ യോഗത്തിൽ പറഞ്ഞ് ചൂടായി. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോരുകയും ചെയ്തു. തോറ്റ് കഴിഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നും PC ജോർജിന്റെ ചോദ്യം. പക്ഷേ മറ്റൊരു കാര്യം ചോദിച്ചാൽ അത് കഴിഞ്ഞപ്പോൾ പാർട്ടി നേതൃത്വം തന്നോട് സംസാരിച്ചു. ഔദ്യോഗിക കണക്കുകൾ പൂർണ്ണമായിട്ട് തന്നെ കാണിച്ചു. 100 രൂപയുടെ കണക്ക് പോലും എഴുതി തന്നെ കാണിച്ചു. 1 പൈസ പോലും ആരും മോഷ്ടിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല എന്ന് അപ്പോൾ തനിക്ക് മനസ്സിലായി. ഒരു അസംബ്ലി സീറ്റിൽ സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന പണം 40 ലക്ഷം രൂപയാണ്. അതിൽ 40 എനിക്ക് ചിലവായിട്ടില്ല, അതാ രസം. അതിൻ്റെ കണക്കും അതാണ്. ഞാൻ അന്ന് എരുമേലിയിൽ പറഞ്ഞ് തെറ്റായി പോയി എന്നും PC ജോർജ് വ്യക്തമാക്കി. ഒരു റിപ്പോർട്ടർ ഇതുമായി ബന്ധപ്പെട്ട് തന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ എരുമേലിയിൽ പറഞ്ഞത് സത്യമാണെന്നും പക്ഷെ അത്രയും പണം കിട്ടിയിട്ടില്ല എന്നും താൻ വ്യക്തമായി പറഞ്ഞതാണ്. പാർട്ടി തനിക്ക് കണക്ക് കാണിച്ചു തന്നു, 1 പൈസ പോലും ആരും കട്ടിട്ടില്ല എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല തൻ്റെ ഇവിടുത്തെ ഇലക്ഷൻ ചാർജ് മുഴുവൻ വഹിച്ചിരുന്ന സജി കുരിക്കാട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത ആളുകൂടിയാണ്. 5 പൈസ പോലും കക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യുന്ന വ്യക്തിയല്ല, വളരെ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു തെറ്റും പറയാനില്ല, ഇതാണ് ഇതിലെ സത്യം എന്ന് പറഞ്ഞ് അദ്ദേഹം എരുമേലിയിൽ താൻ പറഞ്ഞതിനൊക്കെ ക്ഷമ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പിന് ഒരാൾക്കെങ്കിലും 1 നയാ പൈസ ഞാൻ കൊടുത്തതായോ, ഞാൻ പറഞ്ഞിട്ട് കൊടുത്തതായോ തെളിയിക്കാമെങ്കിൽ ശിക്ഷിച്ചോളൂ, ഞാൻ ആത്മഹത്യ ചെയ്തേക്കാം, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. ഒരാൾക്കെങ്കിലും ഞാൻ 1 രൂപ കൊടുക്കുകയോ ഞാൻ പറഞ്ഞിട്ട് കൊടുത്തതായിട്ട് തെളിവ് തരികയോ ചെയ്യാമെങ്കിൽ ആത്മഹത്യ ചെയ്തേക്കാം. ഞാൻ ചെയ്തിട്ടില്ല, കാരണം അതിനൊന്നും സമയമില്ല. നമ്മൾ ഓടി നടന്ന് വോട്ട് പിടിക്കുകയായിരുന്നു. ഇത്തവണ 36,112 വോട്ട് കിട്ടി. കഴിഞ്ഞ തവണത്തെ 2,900 വോട്ടാണ് ഇത്രയും ആയത്, വെറുതെ കിട്ടി.
കിട്ടിയതല്ല, ഞാൻ BJP-യിൽ വെറുതെ ചേർന്നതല്ല, ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വന്നത് RSS BJP പ്രവർത്തകരാണ്, എല്ലാ മതത്തിലും തീവ്രവാദികളുണ്ട് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് PC ജോർജ്. പക്ഷേ മുസ്ലിം ഈ ഒരു മതത്തിൽ തീവ്രവാദികൾ വളരെ കൂടുതലാണ് എന്നൊരു പരാമർശവും കൂടി PC ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ആ തീവ്രവാദികൾ ഒരിക്കൽ തന്നെ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ 2 പ്രാവശ്യം തൻ്റെ ജീവൻ രക്ഷിച്ചത് ആരൊക്കെയാണെന്നും അദ്ദേഹം എണ്ണി എണ്ണി പറയുകയായിരുന്നു. തന്നെ സംരക്ഷിച്ചതിലുള്ള സ്നേഹം കൊണ്ടാണ് താൻ BJP-യിൽ ചേർന്നത്, ഇനിയിപ്പോൾ പാർട്ടി മാറുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല, ആരും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, തനിക്ക് ഒരു തന്തയേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ജൂലൈ 18-ന് എരുമേലിയിൽ BJP കേഡർമാരും നേതാക്കളും പങ്കെടുത്ത ദീൻ ദയാൽ ക്യാമ്പിലെ പ്രസംഗമാണ് പുറത്തു വന്നത്. പൂഞ്ഞാറിൽ പ്രചാരണത്തിനായി 4 കോടി രൂപ ചെലവായി എന്നായിരുന്നു ജോർജ് വെളിപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയായിരുന്നു ഇപ്പോഴത്തെ ഈ ന്യായീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. ഓരോ ഇടങ്ങളിലും ചുമതലയുള്ള നേതാക്കൾ മുഴുവൻ പണവും അടിച്ചു മാറ്റിയെന്നാണ് ആരോപണം. പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ചുമതല മധ്യമേഖല സെക്രട്ടറിയായിരുന്ന സജി കുര്യക്കാരനായിരുന്നു. ഇയാളുടെ കയ്യിലാണ് 4.5 കോടി രൂപ പാർട്ടി ഫണ്ട് എത്തിയത്. ആ ഫണ്ട് വേണ്ട രീതിയിൽ ചിലവഴിച്ചില്ല എന്നതാണ് PC ജോർജ് ആദ്യം ഉയർത്തിയ വിമർശനം. പിന്നീട് അത് വിവാദമാകുന്നു. മറ്റൊരു വിശദീകരണമായി അദ്ദേഹം രംഗത്ത് വരുന്നു. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് തൻ്റെ പാർട്ടി എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെ വീതം പറ്റിയിട്ടുണ്ടെന്ന് തനിക്ക് അറിയില്ല, നിങ്ങൾ സ്വയം തന്നെ ചിന്തിച്ച് നോക്കുക എന്നായിരുന്നു PC ജോർജിന്റെ വാദം. അതേസമയം ഒരു ബൂത്തിൽ 31,000 രൂപ വെച്ച് കൊടുക്കാൻ ശക്തമായി നിർദ്ദേശം കൊടുത്തിരുന്നു. എത്ര ബൂത്തിൽ അത് കൊടുത്തു നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. എല്ലാ ബൂത്തിലും 31,000 രൂപ കൊടുക്കണമെന്ന് സ്ട്രിക്റ്റായി തീരുമാനമെടുത്ത് പണം കൊടുത്തതാണ്. ആ പണം എവിടെ പോയി എന്നും താൻ തിടനാട് പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് നിന്നപ്പോൾ 3000 വോട്ടിൽ ലീഡ് ചെയ്ത പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ താൻ 2ാം സ്ഥാനത്ത് പോയി. താൻ അന്തിച്ചു പോയി. വോട്ടിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ നാണക്കേടായി. ഒരു ബൂത്തിൽ 50-ൽ താഴെയ വോട്ട്, അവിടെ മുഴുവൻ വോട്ടും നമുക്ക് കിട്ടേണ്ടതാണ്, പക്ഷെ എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല എന്നും PC ജോർജ് വ്യക്തമാക്കി. അവിടുത്തെ ബൂത്ത് പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി ചോദിച്ചിരുന്നു. 31,000 രൂപ എന്ത് ചെയ്തുവെന്ന് ചോദിച്ചു. തൻ്റെ കയ്യിൽ തന്നിട്ടില്ല എന്നായിരുന്നു മറുപടി കിട്ടിയത്. അത് കൊടുക്കാൻ ഏൽപ്പിച്ചവനെ വിളിച്ചു വരുത്തി ചോദിച്ചു. കൊടുക്കാൻ മറന്നുപോയി എന്നായിരുന്നു മറുപടി. തൻ്റെ വായിൽ വന്ന ചീത്തയല്ല അയാളെ വിളിച്ചതാണ്. അവനോട് മാത്രം ഞാൻ കാശ് തിരിച്ചു വാങ്ങി. അത് ഞാൻ വീട്ടിൽ ബൈബിളിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇങ്ങനെയാണോ പാർട്ടി വേണ്ടത്? അത്ര വൃത്തികെട്ടവന്മാരാണ് നമ്മുടെ പാർട്ടിയിലുള്ളത്. ഇതൊക്കെ ശരിയാണോ എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകണം. എല്ലാവരും കാർ മേടിക്കുകയാണ്. BJP-യുടെ കാശ് കൊണ്ട് കാർ മേടിച്ചാൽ കാർ ഇടിച്ചു പോകും. പ്രാക്കാണ്, ദൈവം തമ്പുരാൻ വിടുകയില്ല, പ്രാകുന്നത് ഞാനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് PC ജോർജ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.